ഹായ് ഫ്രണ്ട്സ്, കുങ് ഫാൻ ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഫെലിക്സ് ജോഷി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വെയിറ്റ് ലോസ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിക്ക് ഉപയോഗിക്കാതെ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടൊരു 3-4 കാരണങ്ങളുണ്ട്. അപ്പോൾ അതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയുടെ പൊസിഷൻ നല്ല രീതിയിലാവും. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു ആംഗിളിലായിരിക്കും നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാരണം അതാണ്. അപ്പോൾ രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനൊക്കെ നല്ല രീതിയിലുള്ള സ്ട്രെച്ച് കിട്ടും. അതുപോലെ ജോയിൻസൊക്കെ നല്ല രീതിയിൽ സ്ട്രെങ്ത് ആവുന്നതുകൊണ്ട് തന്നെ ജോയിൻസ് പെയിനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇഞ്ചുറീസൊക്കെ നമുക്ക് ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും, ഇങ്ങനെ ഒരു ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഇതിലൂടെ കിട്ടുമെന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയുടെ ഒരു സ്റ്റെബിലിറ്റിയും കൂടി വർദ്ധിപ്പിക്കാണ്ട് ഈ സ്റ്റിക്ക് വെച്ചിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമ്മൾ സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ സ്റ്റിക്ക്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബാംബു സ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു സ്റ്റിക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു PVC പൈപ്പോ, ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ വർക്ക് അല്ലെങ്കിൽ പ്ലംബിംഗ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ പൈപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പീസ് ഉണ്ടെങ്കിൽ മതി. നമുക്ക് അത് ചെയ്യാനുള്ളൊരു ആംഗിൾ കുറച്ചൊരു ബലം കൊണ്ടാണ്, തീരെ ഫ്ലെക്സിബിളായി പോകരുത്. അത്യാവശ്യം ഒരു ഇങ്ങനെ ബെൻഡ് ആവാത്ത, പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വളഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു ഇതിപ്പോൾ അലൂമിനിയം പൈപ്പാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നിങ്ങൾക്കിത് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വർക്കൗട്ടിലൂടെ നമ്മുടെ ഷോൾഡറിന് നല്ല രീതിയിലുള്ളൊരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ സാധിക്കും. കാരണം നമ്മൾ ഈ സ്റ്റിക്ക് വെച്ചുള്ള മൂവ്മെൻറ്റുകളെല്ലാം വരുന്നത് ഷോൾഡറിന് നല്ല സ്ട്രെങ്ത് വരുന്ന രീതിയിൽ, സ്ട്രെച്ച് വരുന്ന രീതിയിലാണ്. അപ്പോൾ അതിനും നമുക്ക് ഈ ഒരു വർക്കൗട്ട് കൊണ്ട് ഗുണം കിട്ടും. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രീ ഹാൻഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടിയുടെ ആ ഒരു ഇതായിരിക്കും. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അധികം മടുപ്പില്ലാതെ തന്നെ, പ്രത്യേകിച്ച് വ്യായാമം ചെയ്യാൻ മടിയുള്ള ആൾക്കാർക്ക് അധികം മടുപ്പില്ലാതെ തന്നെ ചെയ്യാനും ഈ ഒരു സ്റ്റിക്കിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉപകരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അത് നമുക്ക് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ഷോൾഡറിൻ്റെ അകലത്തിൽ കാലുകൾ ഇതുപോലെ വെക്കുക, താഴെ ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കുക. സ്റ്റിക്ക് ഇതുപോലെ കയ്യിൽ ഇങ്ങനെ പിടിക്കുക, ഈ ഒരു പൊസിഷൻ പിടിക്കുക. പിന്നെ സ്റ്റിക്ക് നേരെ മുകളിലേക്ക് ഉയർത്തുക. ഇവിടുന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഉള്ളിലേക്ക് എടുത്തൊന്ന് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം താഴേക്കൊന്ന് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ മുട്ട് വളയാതെ നോക്കുക. അതുപോലെ നടുവ് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ, ഇങ്ങനെ ഉള്ളിലേക്ക് ബെൻഡ് ആവാതെ നട്ടിൽ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ നിന്ന് മാത്രം ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കൊണ്ട് ബ്രീത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട്, നമ്മൾ ഇൻ ചെയ്ത് വെച്ചേക്കണം ബ്രീത്ത്, അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് വേണം ഡൗൺ ചെയ്യാണ്ട്. ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് ഈ സ്റ്റിക്ക് കാലിൻ്റെ ആംഗിളിലേക്ക് ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുക, വീണ്ടും അപ്പ് ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത്രയും ബാക്കിലേക്കൊരു ബെൻഡ് കൂടി കൊടുക്കുക. സ്റ്റിക്കിന് ഒരു ബെൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷൻ, സ്ട്രെയിൻ അധികം എടുക്കാതെ കിട്ടുന്ന പൊസിഷനിലേക്ക് വരിക. One, two, 1, 2, 1, 2, 1, 2. അപ്പം ഇതുപോലെ നിങ്ങൾക്കൊരു 10 മുതൽ 20 നമ്പർ വരെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അത് നമുക്ക് രണ്ടാമത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. സെയിം ഇപ്പം നിന്ന പൊസിഷനിൽ തന്നെ വരിക. സ്റ്റിക്ക് ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ പിടിക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ബോഡി സൈഡിലേക്ക് ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ആംഗിളിൽ നിന്ന് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് സ്റ്റഡി ആയിട്ട് തന്നെ നമ്മുടെ ബോഡിയുടെ ലെവലിൽ തന്നെ, ഫ്രണ്ടിലേക്കോ അല്ലെങ്കിൽ ബാക്കിലേക്കോ പോകാതെ ബോഡിക്ക് പാരലായിട്ട് തന്നെ ഈ സ്റ്റിക്ക് വരുന്ന രീതിയിൽ നമ്മൾ ലുക്കും അതുപോലെ തന്നെ ഇങ്ങനെ വരാതെ ലുക്ക് ഇങ്ങോട്ട് തന്നെ, നമ്മൾ എങ്ങനെയാണോ നിൽക്കുന്നത് ഫ്രണ്ട് ഫേസ് ചെയ്ത് തന്നെ നമ്മുടെ ലുക്കും വരുന്ന രീതിയിൽ ഇങ്ങോട്ടൊന്ന് ബെൻഡ് ചെയ്യുക. കൈ സ്റ്റഡി ആക്കി പിടിക്കുക. ഇത് വീണ്ടും ഈ ഒരു പൊസിഷനിലേക്ക് എടുക്കുക. ഇത് നിങ്ങൾ വൺ സൈഡ് വീതം ചെയ്യാം. ഈ ഒരു സൈഡ് ചെയ്തിട്ട് തിരിച്ചു വരിക, വീണ്ടും ഇതേ സൈഡ് തന്നെ, ഓപ്പോസിറ്റ് പോകണ്ട, ഈ ഒരു സൈഡ് ചെയ്യുക. കാരണം ഓപ്പോസിറ്റ് നമ്മൾ ഫാസ്റ്റായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള പെയിൻ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇഞ്ചുറി ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇവിടുന്ന് ഈ ഒരു പൊസിഷൻ തന്നെ വന്നാൽ മതി. 1, തിരിച്ച് ഇവിടെ തന്നെ വരിക. 2, 3, 4, 5, തിരിച്ച് ഇതുപോലെ ഈ സൈഡിലേക്കും. 1, 2, 3, 4 ചെയ്യുന്ന സമയത്ത് ബോഡി ഫുള്ളായിട്ട് സ്റ്റഡി ആയിട്ട് തന്നെ ഇങ്ങനെ ഒരു ബെൻഡ് വരാതെ ഫുള്ളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നെ ഇങ്ങനെ ഈ ഒരു സ്ട്രെച്ച് പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് വേണം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാൻ. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇതും സെയിം നമ്പർ തന്നെ, ഒരു 10 മുതൽ 20 നമ്പർ വരെ വീണ്ടും ചെയ്യാം. നമുക്ക് അടുത്തത് മൂന്നാമത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കാം. അപ്പോൾ അതിന് കാലൊരു അല്പം കൂടി വൈഡ് ചെയ്ത് വെക്കുക.
നമ്മൾ ആദ്യത്തെ പൊസിഷനിൽ നിന്ന് വൈഡ് ചെയ്ത് വെക്കുക. അതുപോലെ സ്റ്റിക്ക് ഷോൾഡറിൻ്റെ ബാക്കിൽ ഇതുപോലെ കൈ ഇതുപോലെ പാരലാക്കി പിടിക്കുക. ഇനി ഈ ഒരു പൊസിഷനിൽ ഇത് ചെയ്യേണ്ടത് ബോഡി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ടേൺ ചെയ്യുക, സൈഡിലേക്ക് ഒന്ന് ടേൺ ചെയ്യണം. ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് ടേൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ, ബോഡി അല്പം വണ്ണം കൂടുതലുള്ളവർക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ഈ ഒരു പൊസിഷനിലൊക്കെ ചെയ്യാം. ഇനി കുറച്ചുകൂടി നമുക്ക് ചെയ്ത് കൂടുവാണെങ്കിൽ ഈ കൈ കുറച്ചുകൂടി ഒന്ന് തിരിക്കാൻ ശ്രമിക്കുക. ആണ് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ്, നമ്മൾ ഫസ്റ്റ് വ്യൂവിൽ നിന്ന് നോക്കുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ടേൺ കിട്ടുന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്നത്, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിലേക്ക് നമുക്ക് ഈ ഒരു ആംഗിളിൽ തന്നെ ചെയ്യാം. കണ്ടോ, ഇത്ര ഈ ഒരു ആംഗിളിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ടൈം കൂടുന്നതനുസരിച്ച് നമുക്ക് എന്തോരം ബോഡിക്ക് അത്രയും ടൈം കൊടുക്കാൻ പറ്റും അത്രയും കൊടുക്കുക. തിരിച്ചു വരിക ഈ ഒരു പൊസിഷനിലേക്ക്. 1 2 1 2 1 2 1 2. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നാലാമത്തെ ഒരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. ലെഗ് പഴയതുപോലെ ഈ ഒരു പൊസിഷനിൽ തന്നെ വരിക. പിന്നെ ഇവിടെ നമ്മൾ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗിൻ്റെ ടോയിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ ഈ കൈയിനെ ബോഡി ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്യുക. സ്റ്റിക്കൊന്ന് ഈ ടോയിലേക്ക് ടച്ച് ആവുന്ന രീതിയിൽ. ഇവിടെ നിന്ന് വീണ്ടും നേരെ തന്നെ വരിക അടുത്ത സൈഡിലേക്ക്. 1 2 1 2 1 2. അത് നമുക്ക് അഞ്ചാമത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അതൊരു ഫുൾ ബോഡി റൊട്ടേഷനാണ്. ലെഗ് ഇതുപോലെ തന്നെ ഒരല്പം വൈഡ് ചെയ്ത് തന്നെ വെക്കുക. സ്റ്റിക്കും അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ ആ ഒരു പൊസിഷൻ തന്നെ സ്റ്റിക്കും പിടിക്കുക. ഇനി ഇവിടുന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്യുക. അപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റൊട്ടേറ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് നമ്മുടെ തലയുടെ ബാക്ക് വശത്തുകൂടി പുറകു വശത്തുകൂടി ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. തിരിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റിൽ ബോഡി ഫുള്ളായിട്ടൊന്ന് ബാക്കിലേക്ക് ചെറിയൊരു ബെൻഡ് കൂടി കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യുന്ന സമയത്ത് ഒരല്പം കൂടി ഇതിൻ്റെ ഒരു സ്പീഡ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്ലോലി ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്പീഡ് കൂട്ടുക. 1 2 3 4 5. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും 1 2 3 4 5. ഇതുപോലെ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആറാമത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. നിങ്ങൾ നോർമൽ ഇതുപോലെ തന്നെ ഷോൾഡറിൻ്റെ വിത്തിൽ തന്നെ നിൽക്കുക. സ്റ്റിക്ക് മുകളിലേക്ക് ഇതുപോലെ ഉയർത്തി പിടിക്കുക. ഇനി നമ്മൾ സ്റ്റിക്ക് താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ലെഗ് ഒന്ന് റൈസ് ചെയ്യുക. ആ സമയത്ത് തന്നെ ഒരുമിച്ച് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റാണ് നമ്മൾ ആറാമത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 1 2 1 2 1 2 1 2 1 2. നിങ്ങൾ നോർമലി ഈ ഒരു പൊസിഷൻ ചെയ്ത് കുറച്ചുകൂടി സ്പീഡ് കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്കിത് അല്പം കൂടി സ്പീഡ് കൂട്ടാം. 1 2 3 4 5 6 7 8 9 10. ഇതുപോലെ കുറച്ചുകൂടി സ്പീഡ് കൂട്ടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏഴാമത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കാം. ലെഗ് ഒരു അല്പം വൈഡ് ചെയ്ത് വെക്കുക. സ്റ്റിക്കും അതുപോലെ തന്നെ വൈഡ് ചെയ്ത് പിടിക്കുക. ഇത് നമ്മൾ സ്കോട്ട് ചെയ്യുന്നത് പോലെ തന്നെ താഴേക്ക് ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് ഇവിടെ താഴേക്ക് വെക്കുക. ഇനി ഇവിടുന്ന് അപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്കൊന്ന് തലയുടെ മുകളിൽ കൂടി ബാക്ക് സൈഡിലേക്ക് എടുക്കണം. ഇവിടെ വരുന്ന സമയത്ത് വീണ്ടും ഡൗൺ ചെയ്യുക. തിരിച്ച് വരുമ്പോഴത്തേക്കും റൈസ് ചെയ്യുക. 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഇതുപോലെ ഈ ഒരു വ്യായാമം ചെയ്യാം. അപ്പോൾ നമുക്ക് എട്ടാമത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ലെഗ് ഇതുപോലെ തന്നെ പാരലായിട്ട് വെക്കുക. സ്റ്റിക്ക് ഇതേ ഒരു പൊസിഷനിൽ ഇതുപോലെ തന്നെ മുന്നിലേക്ക് പിടിക്കുക. ഇനി ഇവിടെ നമ്മൾ ലെഗ് സൈഡിലേക്ക് റേസ് ചെയ്യണം. അപ്പോൾ റേസ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് കൈയുടെ മൂവ്മെൻറ്റ് ബോഡിയും ഒരു ടേൺ കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് കൈ ഇങ്ങനെ വരിക. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ലെഗ് റേസ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സ്റ്റിക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ തിരിച്ചുകൊണ്ട് ഈ കൈ കൂടി താഴേക്ക് വരുന്നുണ്ട്. ഇത് വരുന്ന സമയത്താണ് നമ്മൾ ഈ ലെഗ് റേസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് കൂടി നോക്കാം. 1 2
3 4 5 6 7 opposite side 1 2 3 4 5 6 7 ഇതുപോലെ ചെയ്യാം. നമ്മൾ ഈ സ്റ്റിക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ലെഗിൻ്റെ നേരെ ഇപ്പോൾ വരുന്നത് ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ലെഗിട്ട് കൊള്ളാതെ ശ്രദ്ധിക്കാറും സ്റ്റിക്ക് കുറച്ച് നമ്മുടെ ബോഡിയുടെ വിത്ത് മുന്നിലേക്കായിട്ടാണ് സ്റ്റിക്കിൻ്റെ റൊട്ടേഷൻ വരുന്നത്. കാല് വരുന്നത് അതിന് പാരലായിട്ട് ഇതിൽ പോയി ടച്ച് ചെയ്യാതെ ശ്രദ്ധിക്കാം. അത് നമുക്ക് 9ാമത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കാം. ഇതൊരു സ്ട്രൈക്കിൻ്റെ ഒരു മൂവ്മെൻറ്റാണ്. നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് വെക്കുക, കാല് ഒരു അല്പം ഒന്ന് മുട്ടുകാലൊന്ന് ബെൻഡ് ചെയ്തിട്ട് സ്റ്റിക്ക് ഇതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ താഴെ, റൈറ്റ് ഹാൻഡ് ഇതുപോലെ മുകളിലോട്ട് പിടിക്കും. ഇനി ഇവിടെ നിന്ന് ഇപ്പുറത്തെ ലോവറിൻ്റെ പൊസിഷൻ, ഈ ഒരു പൊസിഷനിലേക്ക് നമ്മളൊരു സ്ട്രൈക്ക് ചെയ്യുന്നൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആവുക, അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ ഒരു പാർട്ട് ഫുള്ളായിട്ടൊന്ന് ടേൺ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഫോഴ്സ് കൊടുക്കുക. 1 വീണ്ടും തിരിച്ചു പോവുക, 2 3 ഈ ഒരു ഫോഴ്സ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്ന രീതിയിൽ, ആ ടേൺ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഈ ഒരു പാർട്ട് ടൈറ്റ് ആവുന്ന രീതിയിൽ 1 2 3 4 5 1 2 3 4 5 6 സെയിം. ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുന്ന സമയത്ത് കൈ നേരെ തിരിച്ച് റൈറ്റ് ഹാൻഡ് താഴെയും ലെഫ്റ്റ് ഹാൻഡ് മുകളിലോട്ട്. ഇനി ഇവിടുന്ന് ലോവറിലേക്ക് ഇതുപോലെ ലോവറിലേക്ക് ചെയ്യാം. 1 2 3 ബോഡി ഫുൾ ടേൺ വരുന്ന രീതിയിൽ. കൈയിൻ്റെ ആക്ഷനും മാക്സിമം കൂട്ടി എടുക്കാൻ നോക്കുക. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഈ റിവേഴ്സ് ആക്ഷനും ഇതും നന്നായിട്ട് വരുന്ന രീതിയിൽ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ ലോവർ ബോഡി ഇങ്ങോട്ട് ട്വിസ്റ്റ് ആവുന്ന സമയത്ത് അപ്പർ ബോഡി ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ആക്ഷൻ വരുന്ന സമയത്ത് ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് ആക്കുക. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. ഒരു കാല് ഇതുപോലെ മുന്നിലേക്ക് ഒരു സ്റ്റെപ്പ് കയറ്റി വെക്കുക, സ്റ്റിക്ക് ഇതുപോലെ കുറച്ച് വൈഡായിട്ട് പിടിക്കുക, ഇത് കുറച്ച് ഡീപ്പാക്കുക, മാക്സിമം ഈ ഒരു പാർട്ട് സ്ട്രെച്ച് ആവുന്ന രീതിയിൽ ഡീപ്പാക്കുക. ഇനി ഇവിടെ നിന്ന് സ്റ്റിക്ക് നേരെ താഴേക്ക് ഫ്ലോറിലേക്കൊന്ന് ടച്ച് ചെയ്യുക, ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് തലയുടെ ബാക്ക് സൈഡിൽ കൂടി ഇവിടെ താഴെ ലോവറിൽ കാലിൻ്റെ ഇവിടെ ഒന്ന് ടച്ച് ആവുന്ന രീതിയിൽ വീണ്ടും നേരെ മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് ബോഡിയോട് ചേർത്ത് വരിക. ഇവിടെ നിന്ന് വീണ്ടും മുന്നിലേക്ക് ഇതുപോലെ പുഷ് ചെയ്യുക, ഗ്രൗണ്ട് ടച്ച് ചെയ്യുക, വീണ്ടും ഇതുപോലെ തന്നെ. ഫസ്റ്റ് ഒന്ന് സ്ലോലി ചെയ്ത് തുടങ്ങുക, അതിനുശേഷം ഗ്രാജുവലി ഇതൊന്ന് സ്പീഡ് കൂട്ടുക. ഈ ഒരു മൂവ്മെൻറ്റ് 1 ഇതുപോലെ ബോഡിക്ക് ഏറ്റവും കൂടുതലൊരു സ്ട്രെച്ചിങ് കിട്ടുന്നൊരു മൂവ്മെൻറ്റ് കൂടിയാണിത്. സെയിം ഇത് ഓപ്പോസിറ്റ് അടുത്ത ലെഗിലും ഈ ഒരു മൂവ്മെൻറ്റ് തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നവരും നല്ല രീതിയിലുള്ള വ്യത്യാസം, ഒരു 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം ഉണ്ടാകും. പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എക്സസൈസിൻ്റെ കൂടെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ആ ഒരു നിയന്ത്രണം കൂടി നോക്കണം. നമ്മൾ നല്ല രീതിയിലുള്ള ഡയറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഈ ഒരു പ്രോസസ്സ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മൾ വർക്കൗട്ട് മാത്രം പോരാ, വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ഭക്ഷണ ക്രമീകരണം കൂടി ആ രീതിയിലായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചൊരു ഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.